പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത്. കേട്ടോ, ഉണ്ടോ? നിന്ന് തിരിയാൻ സ്ഥലമില്ല, വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല, ബസ്സുകൾ വന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. യാത്രക്കാർ, നൂറുകണക്കിന് യാത്രക്കാരാണ് ഇവിടെ വരുന്നതും അതുപോലെ സ്കൂൾ കുട്ടികളെല്ലാം വന്ന് കയറിപ്പറഞ്ഞു. ഇപ്പോൾ ഒന്നും അല്ല തിരക്ക്. ചില സമയങ്ങളിൽ ബസ് ഈ ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് കയറി വന്ന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെയാണ്, ഉണ്ടോ? മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്, തികച്ചും അനാസ്ഥയാണ്. കാരണം നമുക്കറിയാം, അത് ഒരു ടോയ്ലറ്റ് ഞാനെടുത്ത് കാണിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ടോയ്ലറ്റിൻ്റെ അവസ്ഥ കണ്ടോ? ഒരു ടോയ്ലറ്റാണിത് കേട്ടോ, ജസ്റ്റ് നോക്കാം, കണ്ടോ? ഈ ടോയ്ലറ്റ് പുതുക്കി പണിയാനോ അത് പുതിയതായിട്ടൊരു ടോയ്ലറ്റ് നിർമ്മാണം നടത്തുവാനോ ഇവിടെ വരുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനോ പഞ്ചായത്ത് തയ്യാറാകത്തില്ല. പഞ്ചായത്ത് ഒരു പരിധി വരെ ഉത്സാഹിച്ചാൽ ഈ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുതുക്കി പണിയാൻ സാധിക്കും. അതുപോലെ തന്നെ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡ് നല്ല രീതിയിൽ ഒരു വികസനം നടപ്പിലാക്കുവാനും സാധിക്കും. പക്ഷേ പഞ്ചായത്ത് പരിശ്രമിക്കുക. വർഷങ്ങളായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നം പരിഹരിക്കണമെന്ന്. ഒരൊറ്റ ജനപ്രതിനിധി പോലും തിരിഞ്ഞു നോക്കാറില്ല. അതുപോലെ തന്നെ ബന്ധപ്പെട്ട എം എൽ എ പോലും ഈ മല്ലപ്പള്ളി പഞ്ചായത്തിനെ കാണിക്കുന്ന അത് പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിനോട് കാണിക്കുന്ന ഈ അനാസ്ഥ അനുദിനം തുടരുകയാണ്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റ് സൗകര്യം സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഈ ബസ് സ്റ്റാൻഡിന് പുറകുവശത്ത്, അതായത് ബസ്സിൻ്റെ പുറകിലും അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തൊരു കടയുണ്ട്, വ്യാപാര സ്ഥാപനമുണ്ട്. ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ പുറകിലും പോയിന്ന് കാര്യം സാധിച്ചിട്ട് വരിക. അതേ അവസ്ഥയാണ് ഈ മല്ലപ്പള്ളിയുടെ അവസ്ഥ. ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടി അടിയന്തരമായിട്ട് ജനപ്രതിനിധികൾ, പഞ്ചായത്ത്, അതുപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ളവർ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെ നാട്ടുകാരുടെ ആവശ്യം. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഓക്കെ, ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ, പത്തനംതിട്ട, ചുങ്കപ്പാറ. ഓക്കെ.